നമ്മളൊരു പ്രധാനപ്പെട്ട ഒരു ടോപ്പിക്കാണ് ഇന്ന് നോക്കാൻ പോകുന്നത്. നമ്മൾ എപ്പോഴും ഗ്രൂപ്പിലൊക്കെ കേൾക്കുന്ന സ്ഥിരം കംപ്ലൈൻ്റ് ആണ്, എൻ്റെ ഗപ്പികൾ എല്ലാം ഒരു മൂലയിൽ പോയി നിൽക്കുന്നു. നമ്മൾ എപ്പോഴും ചിന്തിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഞാൻ പലതവണ പറഞ്ഞിട്ടുള്ളതാണ്, ജസ്റ്റ് ഒരു ടാങ്കിൽ വെള്ളം നിറച്ച് അതിൽ ഫിഷിന് ഇടുന്നതല്ല അക്വേറിയം. അക്വേറിയം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് കുറച്ചെങ്കിലും അറിയണം. നമുക്ക് വെള്ളം എന്ന് പറഞ്ഞാൽ എന്താണ്? ഇപ്പോൾ കെമിസ്ട്രി പറഞ്ഞ H2O, 2 ഹൈഡ്രജനും ഓക്സിജനും ചേർന്ന വെള്ളമായി, 2 ഹൈഡ്രജനും ഒരു ഓക്സിജനും ചേർന്ന വെള്ളമായി. എന്നാൽ ഫിഷിന് അതൊന്നും അല്ല വെള്ളം. ഫിഷിന് വെള്ളം എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരു ആവാസ വ്യവസ്ഥ തന്നെ വെള്ളമാണ്. അത് വെള്ളത്തിലാണ് ജീവിക്കുന്നത്. അപ്പോൾ അതിന് ആവശ്യമുള്ള ഘടകങ്ങളൊക്കെ അതിന് വെള്ളത്തിൽ നിന്ന് കിട്ടിയിട്ട് വേണം. എന്ന് മാത്രമല്ല, അതിന് ആവശ്യമില്ലാത്ത ഘടകങ്ങൾ അതിന് വെള്ളത്തിൽ നിന്ന് വരാനും പാടില്ല. അതാണ് അതിൻ്റെ ഇമ്പോർട്ടൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് നോക്കുന്നത് വാട്ടർ പാരാമീറ്റേഴ്സ് എങ്ങനെ ഫിഷിനെ എഫക്റ്റ് ചെയ്യുന്നു, അതുവഴി എന്തുകൊണ്ട് നമുക്ക് ഫിഷ് ഗ്രോത്ത് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ഫിഷ് ചത്തുപോകുന്നു, ഫിഷിന് സ്ട്രെസ് ഉണ്ടാവുന്നു, ഇങ്ങനെയുള്ള പോയിന്റ്സുകൾക്ക് ഒരു മറുപടി എന്നുള്ള രീതിയിലാണ് നമ്മൾ ഈ വാട്ടർ പാരാമീറ്റേഴ്സിന്റെ ഒരു അനാലിസിസ് ചെയ്യേണ്ടത്. അതിൽ മെയിനായിട്ട് നമ്മൾ കുറച്ച് ടെക്നിക്കൽ കാര്യങ്ങൾ, ചെറിയ കാര്യങ്ങൾ നമ്മൾ അറിഞ്ഞിരിക്കണം. അതായത് വാട്ടർ ടെമ്പറേച്ചർ, പിന്നെ pH നമ്മൾ സെപ്പറേറ്റ് വീഡിയോ ചെയ്യുന്നുണ്ട്. പിന്നെ വാട്ടറിനെ നോക്കാനുള്ളത് TDS. അതാണ് നമ്മുടെ ഇന്നത്തെ ടോപ്പിക്. ചിലരൊന്നും കേട്ട് കാണില്ല, ചിലരൊക്കെ എക്സ്പേർട്ട് ആയിരിക്കും, മറ്റു ചിലരൊക്കെ അതിനുള്ള പ്രതിവിധി ചെയ്യുന്നുണ്ടാവും അറിയാതെ തന്നെ. അപ്പോൾ TDS ഒരു ഇഷ്യൂ ആണ്, പ്രത്യേകിച്ച് ഗപ്പികൾക്ക് അതൊരു പ്രധാനപ്പെട്ട വാല്യൂ ആണ്. ആ ഒരു പാരാമീറ്റർ, ആ ഒരു അനാലിസിസ് നമ്മൾ ചെയ്യേണ്ടതാണ് വെള്ളത്തിൽ. TDS ചെക്ക് ചെയ്യുന്ന മെഷീൻ ഒരു വലിയ സംഭവമൊന്നുമല്ല. ഈ മെഷീൻ അവൈലബിൾ ആണ്, ഓൺലൈനൊക്കെ കിട്ടും. ഈ വീഡിയോയിൽ നമ്മൾ കവർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് TDS എന്ന് പറഞ്ഞാൽ എന്താണ്, ഈ TDS എങ്ങനെ ഫിഷിനെ ബാധിക്കുന്നു, TDS എങ്ങനെ അനലൈസ് ചെയ്യാം, ഇൻ കേസ് TDS ഇസ് ടു ലോ ഓർ TDS ഇസ് വെരി ഹൈ, എന്ത് ചെയ്യണം. ഈ 4 കാര്യങ്ങൾ മാത്രമാണ് ഈ വീഡിയോയിൽ ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്. മുഴുവനായി കാണാൻ ശ്രമിക്കുക, സമയം കിട്ടുമെങ്കിൽ മുഴുവനായി കാണാൻ ശ്രമിക്കുക, ഇല്ലെങ്കിൽ എൻ്റെ വോയിസ് എങ്കിലും കേൾക്കുക. ഓൺ ചെയ്ത് അവിടെ വെച്ചാൽ മതി, നിങ്ങൾ ജോലി ചെയ്തോളൂ, അതിൻ്റെ ഇടയിൽ അത് കേൾക്കാം. ഇതൊരു ചെറിയ നോളജാണ്, ഞാൻ പറഞ്ഞില്ല, മിക്കവാറും ബ്രീഡേഴ്സിനൊക്കെ ഇതറിയാം. TDS എന്ന് പറഞ്ഞാൽ എന്താണെന്ന് നോക്കാം. TDS എന്ന് പറഞ്ഞാൽ ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ്, TDS. അതായത് വെള്ളത്തിൽ അടങ്ങിയിരിക്കുന്ന, അതിനകത്ത് ലയിച്ചിരിക്കുന്ന സോളിഡ്സ്, അയോൺസ് എന്ന് പറയാം. അധികം കൺഫ്യൂഷൻ വരുത്തുന്നില്ല, വെള്ളത്തിനകത്ത് അടങ്ങിയിരിക്കുന്ന എല്ലാവിധ അയോണുകളും ഇൻക്ലൂഡഡ്, അതാണ് TDS. അപ്പോൾ അതിനകത്ത് പിന്നെ സോഡിയം ഉണ്ടാവാം, ക്ലോറിൻ ഉണ്ടാവാം, എന്തൊക്കെ അതിനകത്തുള്ള മൂലകങ്ങളും ഘടകങ്ങളും ഉണ്ടോ, ഇതെല്ലാം ചേർന്നതാണ് TDS എന്ന് പറയാം. ഇനോർഗാനിക്, ഓർഗാനിക് എല്ലാം ചേർന്ന TDS ആയി. ടോട്ടൽ ഡിസോൾവ്ഡ് സോളിഡ്സ് എങ്ങനെ ഫിഷിനെ എഫക്റ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് നമുക്ക് രണ്ടാമതായി നോക്കേണ്ടത്. മെയിനായിട്ട് ഞാൻ പറയുന്നത് നമ്മുടെ ഗപ്പി വളർത്തുന്ന സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ടാണ്. പിന്നെ ബ്രീഡേഴ്സ് ആവട്ടെ, ഫാർമേഴ്സ് ആവട്ടെ, ഹോബിസ്റ്റ് ആവട്ടെ, ഗപ്പി വളർത്തുന്നവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്നുള്ള രീതിയിലാണ് ഞാൻ പറയുന്നത്. ഗപ്പി ഫിഷുകൾക്ക് ഈ വാല്യൂ ഒരു 320 to 500 ആണ്. നിങ്ങൾ റെഫറൻസ് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്തായാലും നമ്മളിങ്ങനെ വിചാരിച്ചാൽ മതി, ഒരു 400, 450, 450 TDS ഒക്കെ ആണെന്നുണ്ടെങ്കിൽ പെർഫെക്റ്റ്, നമ്മുടെ ടാങ്കിനൊന്നും സംഭവിക്കില്ല. എന്നാൽ 600-നൊക്കെ മേലെ പോയി കഴിഞ്ഞാൽ അത് ഇതിന് സ്ട്രെസ് ആവും. TDS കൂടി കഴിഞ്ഞാൽ ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറയും ടാങ്കിൽ. ഓക്സിജൻ കോൺസെൻട്രേഷൻ കുറഞ്ഞു കഴിഞ്ഞാൽ എന്തോ സംഭവിക്കും, അത് പറയാനില്ലല്ലോ. ഈ TDS എന്ന താഴെ ആയി കഴിഞ്ഞാലോ അതും ഫിഷിന് പ്രശ്നമാണ്. ഒരു 200-നൊക്കെ താഴെ പോയി കഴിഞ്ഞാൽ ഫിഷിന് അത് സഹിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ കാര്യങ്ങളൊന്നും അറിയാതെയോ അറിഞ്ഞോ നമ്മുടെ നാട്ടിൽ എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമുണ്ട്. എന്താണ്? ടാങ്ക് സെറ്റ് ചെയ്ത ഉടനെ സോൾട്ട് വാരിയിടും. അപ്പോൾ ഇതൊരു എക്സലൻറ്റ് സ്റ്റെപ്പാണ് ഗപ്പി കൃഷിയിൽ. ഗപ്പിയെ വളർത്തുന്നതിൽ സോൾട്ട് ഇടുന്നത് നോൺ അയോഡൈസ്ഡ് സോൾട്ട് ഇടാൻ ശ്രമിക്കുക. അയോഡിൻ ഇല്ലാത്ത സോൾട്ട് എന്ന് പറയുമ്പോൾ കല്ലുപ്പിട്ടാൽ മതി. അങ്ങനെയാണ് ഈ TDS ഫിഷിനെ ബാധിക്കുന്നത്. ഇനി TDS എങ്ങനെ അറിയാം, നമുക്ക് എങ്ങനെ ചെക്ക് ചെയ്യാം? അതിനുള്ള ഒരു സാധനമുണ്ട്, ഒരു ചെറിയ മെഷീൻ. ഇതാണ് മെഷീൻ, TDS ചെക്ക് ചെയ്യുന്ന മെഷീൻ. ഇതിൻ്റെ കമ്പനി പേരൊന്നും ഞാൻ പറയുന്നില്ല. ഇനി വല്ലവർക്കും തോന്നേണ്ട ഞാൻ കമ്പനി പ്രൊമോട്ട് ചെയ്യണോ, അതുകൊണ്ട് അങ്ങനെയുള്ള പേരുകളും ബ്രാൻഡും ഒന്നും ഞാൻ ഇവിടെ മെൻഷൻ ചെയ്യുന്നില്ല. ഇതെങ്ങനെയാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും ഇവിടെ കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇത് കാലിബ്രേഷൻ ചെയ്യാനുള്ള ഒരു സൊല്യൂഷനും ഉണ്ട് ഇതിനകത്ത് തന്നെ. ഈ സൊല്യൂഷനിൽ ഇത് ജസ്റ്റ് ഒന്ന് ഡിപ്പ് ചെയ്യുക, എന്നിട്ട് ഇതിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യം ചെയ്താൽ മതി. പിന്നെ ഇതാണ് അതിൻ്റെ മീറ്റർ. ഇത് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യുന്നു, ഇതാണ് അതിൻ്റെ ഇലക്ട്രോഡ്. ഇത് വെള്ളത്തിൽ ടച്ച് ചെയ്യുന്നു, ഇവിടെ നോക്കി വായിക്കുന്നു, തീർന്നു, പരിപാടി ഫിനിഷ്. ഇത് നമുക്കിങ്ങനെ താഴോട്ട് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്യാൻ പറ്റും. കാരണം ടാങ്കിലൊക്കെ ഇങ്ങനെ ഡിപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്യാൻ പറയുന്നുണ്ട്. ഇത് ഇവിടെ ഒന്നും വാഷ് ചെയ്യണ്ട, ഈ ഇലക്ട്രോഡ് എന്ന് പറഞ്ഞ സാധനം മാത്രം. ഇത് കഴിവതും തൊടാതൊക്കെ ഇരിക്കുക, അതൊന്ന് വെള്ളത്തിലിട്ടൊന്ന് ജസ്റ്റ് ഒന്ന് റിൻസ് ചെയ്തെടുക്കുക. എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ കാലിബ്രേഷൻ, അതൊന്ന് അതിൻ്റെ പോയിന്റിൽ എത്താൻ വേണ്ടിയാണ്. ഇത് ഓപ്പൺ ചെയ്തിട്ട് വാഷ് ചെയ്യാം, അതിൽ പറഞ്ഞ പോലെ തന്നെ ചെയ്യാം. വെള്ളം, ടിഷ്യൂ പേപ്പർ, അതൊന്ന് തുടച്ചെടുക്കണ്ടേ. ഇപ്പോൾ ഇവിടെ ഇതിനകത്ത് ഇൻസ്ട്രക്ഷനൊക്കെ ഇതിൻ്റെ പിന്നിലും കൊടുത്തിട്ടുണ്ട്. ഏതായാലും നമ്മൾ എന്ത് ചെയ്യുന്നു, ഇത് ജസ്റ്റ് ഒന്ന് ഇതിനകത്ത് പൊട്ടിക്കണ്ട, ഇങ്ങനെ ചെയ്തിട്ട് ടിഷ്യൂവിൽ
ഒന്ന് ജസ്റ്റ് ചെറുതായിട്ട് തുടച്ചങ്ങ് ഇത് പിടിച്ച് പൊട്ടിക്കരുത്. ഇതൊരു ഡെലിക്കേറ്റ് ആയിട്ടുള്ള സാധനമാണ്. ഇതിൻ്റെ ഇലക്ട്രോഡ് തന്നെയല്ലേ പറയാം, ഏതായാലും അത്. എന്നിട്ട് ഇതിൽ പറഞ്ഞിട്ടുള്ളതുപോലെ നമ്മൾ ഈ സൊല്യൂഷൻ ഓപ്പൺ ചെയ്യുന്നു. സൊല്യൂഷൻ ഓപ്പൺ ചെയ്തിട്ട് ഈ സൊല്യൂഷൻ എന്താണെന്നുള്ളതാണ് ഞാൻ നോക്കിയത്. 0.01 നോർമൽ KCl ആണ്, പൊട്ടാസ്യം ക്ലോറൈഡ്. എന്നിട്ട് നമ്മളിത് ഇതിനകത്ത് ഡിപ്പ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ കാണിക്കും. എന്നിട്ട് ഇതിനകത്ത് പ്രത്യേകം എഴുതിയിട്ടുണ്ട്, അതിനെ നമ്മൾ എന്ത് ചെയ്യണം, ആ വാല്യൂ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്തിട്ട് 94 എത്തിക്കണം. എന്തിന്? ഇത് ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി. അപ്പോൾ അത് ചെയ്യാൻ ഇതിനകത്തൊരു സാധനം, ചെറിയൊരു സാധനം കൊടുത്തിട്ടുണ്ട്. അതെങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന് വ്യക്തമായി എഴുതിയിട്ടുണ്ട്. ഫോർ 94 ഫോർ TDS നമ്മൾ എന്ത് ചെയ്യുന്നു, ഇതിനകത്ത് ഡിപ്പ് ചെയ്യുന്നു. ഡിപ്പ് വാല്യൂ കാണാമോ? ഫസ്റ്റ് ഓൺ ചെയ്യുന്നു. ഓൺ ചെയ്തിട്ട് നമ്മൾ ഇതിനകത്ത് ഡിപ്പ് ചെയ്യുന്നു. ഡിപ്പ് ചെയ്യുമ്പോൾ ഒരു വാല്യൂ വന്നു. എത്ര വന്നേ? 057 എന്ന് വെച്ചാൽ 57. അതിനെ നമ്മൾ 94 ആക്കണം. എങ്ങനെയാണ് 94 ആക്കുന്നത്? ഇതിനിങ്ങനെ പിടിച്ചിട്ട് ഇവിടെ ഇത് തിരിക്കാനുള്ള ഒരു സാധനമുണ്ട്. ഇത് ഓരോ മെഷീനും വ്യത്യസ്തമായിരിക്കും. ഈ മെഷീൻ ഞാൻ ഇങ്ങനെ കാണിക്കുന്നുള്ളൂ. കണ്ടോ, അതിങ്ങനെ തിരിക്കുമ്പോൾ വാച്ചിലെ സൂചി തിരിക്കുന്ന പോലെയാണ്. ഇപ്പോൾ എത്രയായെന്നറിയോ? ഇപ്പോൾ 89. 94 ആക്കണം. 88, 96 ആയി. അപ്പോൾ 94. അത് ഇതിൽ നിന്ന് നമ്മൾ പുറത്തെടുത്ത് കഴിഞ്ഞാൽ 94 എന്നുള്ള വാല്യൂ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറും. അത് കുഴപ്പമില്ല. ഓക്കെ, എടുത്തു. ഒന്നുകൂടെ അത് തുടച്ചിട്ട് അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ വീണ്ടും നമ്മുടെ ആ നല്ല വെള്ളത്തിലൊന്ന് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് റിൻസ് ചെയ്യുക. വീണ്ടും നമ്മളിത് തുടക്കുന്നു. ഇപ്പോൾ നമ്മുടെ മെഷീൻ റെഡിയായി. ഇപ്പോൾ ചെക്ക് ചെയ്യാം. ഇത് മൂടി വെക്കുക, ഇല്ലെങ്കിൽ അതിൻ്റെ 0.1 നോർമാലിറ്റിയൊക്കെ അങ്ങ് പോകും. ഇത് മൂടി ഇതിനകത്ത് വെക്കുക. അടുത്ത തവണ യൂസ് ചെയ്യുമ്പോഴും ആവശ്യമുള്ളതാണ്. ഇനി നമുക്ക് ചെക്ക് ചെയ്യാം. കണ്ടോ, വാല്യൂ കണ്ടോ? 044 എന്ന് വെച്ചാൽ 44 ആണ് ഇതിനകത്ത് വാല്യൂ ഉള്ളത്. ഇനി നമ്മൾ ഈ കാറ്റലോഗ് നോക്കുക. കാറ്റലോഗിനകത്ത് ഇതെങ്ങനെയാണ് കാൽക്കുലേഷൻ എന്ന് കൊടുത്തിട്ടുണ്ടാവും. ജസ്റ്റ് നമുക്കിതിൽ കിട്ടുന്ന വാല്യൂ ഇൻറ്റു 10, അതാണ് നമ്മുടെ TDS എന്ന് വെച്ചാൽ 44 എന്ന് പറഞ്ഞാൽ 440 ആണ് TDS. അപ്പോൾ നമ്മുടെ ചെക്ക് ചെയ്ത TDS പെർഫെക്റ്റ് ആയിരുന്നു. 440 അതൊരു 300-നും 500-നും ഇടയിൽ വന്നാൽ മതി. 350 370 എത്രയെങ്കിലും വന്നാൽ മതി. അപ്പോൾ അത് നമ്മുടെ TDS കറക്റ്റ് ആയിരുന്നു. നമ്മൾ TDSനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. വാട്ടർ പെർഫെക്റ്റ് ആണ്. എന്നാൽ ചില സമയത്ത് നമ്മൾ നോക്കുമ്പോൾ വാട്ടർ ചേഞ്ചൊക്കെ കഴിഞ്ഞ് നോക്കുന്ന സമയത്ത് ചിലപ്പോൾ TDS പിന്നെ 150 ഒക്കെ കാണുള്ളൂ. ആ സമയത്താണ് നമ്മൾ എന്ത് ചെയ്യേണ്ടത്? സോൾട്ട് ആഡ് ചെയ്യേണ്ടത്. അതാണ് നമ്മുടെ, ഞാൻ പറഞ്ഞില്ലേ, പലരും അറിഞ്ഞും അറിയാതെയും സോൾട്ട് ആഡ് ചെയ്യുന്നതാണ് ഈ TDS ബാലൻസ് ആയിട്ട് നല്ല രീതിയിൽ പോകാനുള്ള ഒരു മെയിൻ കാരണം. എന്നാൽ കടയിൽ നിന്ന് ഗപ്പിയെ വാങ്ങുമ്പോൾ ചോദിക്കും, ചേട്ടാ ഇതിനെന്താ ചെയ്യേണ്ടത്? അതിന് കുറച്ച് ഉപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറയും. അപ്പോൾ ഉപ്പിട്ട് കൊടുത്താൽ മതി എന്ന് പറയുമ്പോൾ ആദ്യം തുടക്കക്കാരൊക്കെ ആണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരൻ എന്ത് വിചാരിക്കും? ഉപ്പിട്ട് കൊടുക്കാൻ പറഞ്ഞല്ലോ, നന്നായിട്ട് ഉപ്പങ്ങ് വാരി 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 ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ഈ TDS കയറി അങ്ങ് 600-ന് മേലെ പോയി തീരുമാനമാവും. അതുകൊണ്ട് അത് ഇടുമ്പോൾ ഒരു ലെവലിലൊക്കെ ഇടുക. നമ്മളിത് മെഷർ ചെയ്യാതെയാണ് സോൾട്ട് ഇടുന്നതെന്നുണ്ടെങ്കിലും ഒരു അത്യാവശ്യം ഒരു എന്താ പറയുക, കോമൺ സെൻസ് വെച്ചിടുക. ഒരു ഇത്രയും സോൾട്ട് എന്നുള്ള രീതിയിൽ കുറച്ചിടുക, കൂടുതലിടരുത്. കാരണം ഇതൊരു സോൾട്ട് വാട്ടറിൽ ജീവിക്കുന്ന ജീവി അല്ലാന്ന് ഫിഷ് അല്ലാന്ന് പ്രത്യേകം ഓർമ്മിക്കുക. അപ്പോൾ TDS ഇനി എന്തുകൊണ്ടാണ് ഈ TDS കൂടാൻ കാരണം? നമ്മൾ ഇടയിൽ വീക്ക്ലി 1 ടൈമൊക്കെ എന്തിനാണ് ഇത് ചെക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മൾ കൊടുക്കുന്ന ഫുഡ് എപ്പോഴും കറക്റ്റ് ആയിരിക്കണമെന്നില്ല. ചിലപ്പോൾ നമ്മൾ ഓവർ ഫീഡൊക്കെ ചെയ്യും. അപ്പോൾ അതുപോലെ ടാപ്പ് വാട്ടർ കൂടുതലായിട്ട് യൂസ് ചെയ്യുമ്പോഴും ഇത് പിന്നെ TDS കൂടുന്നതായിട്ട് കാണാം. അതുപോലെ തന്നെ നമ്മൾ പ്ലാന്റ്സ് ഉള്ള ടാങ്ക് ആണെന്നുണ്ടെങ്കിൽ ഫെർട്ടിലൈസർ ആഡ് ചെയ്യും. പ്ലാന്റ് ഫെർട്ടിലൈസേഴ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാലും TDS കൂടാം. പിന്നെ ആൻറ്റി ക്ലോറിൻ, നമ്മൾ ടാപ്പ് വാട്ടർ യൂസ് ചെയ്യുമ്പോൾ ഞാനൊരു മെത്തേഡ് പറഞ്ഞായിരുന്നു ക്ലോറിൻ റിമൂവ് ചെയ്യുന്നത്. അതല്ലാതെ ക്ലോറിൻ റിമൂവ് ചെയ്യാൻ ആൻറ്റി ക്ലോറിൻ കെമിക്കൽ ഒഴിച്ച് കഴിഞ്ഞാലും TDS കൂടാൻ ചാൻസ് ഉണ്ട്. പിന്നെയുള്ളത് നമ്മൾ വല്ല മെഡിസിനോ അതുപോലെ നമ്മൾ എന്ത് തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ളൊരു സാധനം ടാങ്കിലേക്ക് ആഡ് ചെയ്താലും ഫൈനൽ റിസൾട്ട് എന്താണ്? TDS ഇൻക്രീസ് ആവുകയാണ്. അത് ഓർമ്മിച്ചാൽ മതി. ഫിൽട്രേഷൻ ശരിക്കും വർക്കാവുന്നില്ല എങ്കിലൊക്കെ ഇത് കൂടാം. ഇനി അടുത്ത ലാസ്റ്റ് പോയിന്റ്, എങ്ങനെ ഇത് കുറക്കാം? കൂടിപ്പോവുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അത് എങ്ങനെ റെഡ്യൂസ് ചെയ്യാം? ഫിഷിനെ എങ്ങനെ രക്ഷിക്കാം? ഇതിൽ ഇനിയിപ്പോൾ എന്ത് തന്നെ പ്രശ്നമാണെങ്കിലും ഒറ്റമൂലി എന്ന് പറഞ്ഞൊരു സാധനം എന്താണ്? വെള്ളം മാറ്റലാണ്. കാരണം വെള്ളത്തിലല്ലേ പ്രശ്നം. ഹാഫ് വാട്ടർ ചേഞ്ച് ചെയ്യാം. എന്നിട്ട് ഒന്നുകൂടെ ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ നമ്മളൊക്കെ ചെയ്യുന്ന പോലെ RO വാട്ടറൊക്കെ യൂസ് ചെയ്യുന്ന നാട്ടിൽ ഇപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ എന്നെ ഓടിക്കും എല്ലാവരും കൂടെ. ഇത് പുള്ളിക്കാരൻ വന്ന് വീഡിയോ പറഞ്ഞ് എല്ലാം കോസ്റ്റ്ലി കാര്യങ്ങളാണ് പറയുന്നത് എന്നുള്ളൊരു രീതിയിലെത്തും കാര്യങ്ങൾ. അതുകൊണ്ടാണ് ഞാൻ ഒന്നും പറയാത്തത്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന സിമ്പിളായിട്ടുള്ള കാര്യങ്ങളാണ്, ഞാൻ ലളിതമായിട്ടുള്ള കാര്യങ്ങളാണ് പറയുന്നത്. 50% വാട്ടർ ചേഞ്ച്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പറഞ്ഞത്. TDS എന്ന് പറഞ്ഞാൽ എന്താണ്, അതെങ്ങനെ ഫിഷിനെ ബാധിക്കുന്നു, അതെങ്ങനെ ടെസ്റ്റ് ചെയ്യാം, ഇത് കൂടുതലായി കഴിഞ്ഞാൽ എന്ത് ചെയ്യണം, കുറഞ്ഞു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം. ഇത് ഒരു ചെറിയ കാര്യമാണെങ്കിലും
ഇതൊരു അത്യാവശ്യ സാധനമാണെന്ന് ഞാൻ പറയുള്ളൂ. എന്നാൽ നമുക്ക് ഹെൽത്തി ആയിട്ടുള്ള ഫിഷിനെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും, ഹെൽത്തി ആയിട്ടുള്ള ഫിഷിനെ സെയിൽ ചെയ്യാൻ പറ്റും, ജനങ്ങൾക്ക് വാങ്ങാൻ വരുന്ന ഹോബിസ്റ്റുകൾക്ക് നമ്മളുടെ ഒരു വിശ്വാസവും കൂടും. ഓക്കെ, അപ്പോൾ ഈ TDSനെ കുറിച്ചുള്ള വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലുമൊക്കെ ഡൗട്ട്സ് ഉണ്ടെങ്കിലോ ക്രിറ്റിസിസം ഉണ്ടെങ്കിലോ കമൻറ്റ് ചെയ്യാം, റിപ്ലൈ ചെയ്യാം. നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം. ഇനിയും അടുത്ത ഒരു വീഡിയോയിൽ കാണുമ്പോഴേക്കും